നമ്മൾ പല നോവലുകളിലും അതുപോലെ തന്നെ പല സിനിമകളിലും മനുഷ്യമാംസം ഭക്ഷിക്കുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ ലോകത്ത് അത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ട്. അതെ, നമ്മുടെ ഇന്ത്യയുടെ അയൽരാജ്യമായ പാകിസ്ഥാനിൽ. ആ ഒരു യഥാർത്ഥ സംഭവത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത്. ഈ ഒരു സംഭവം നടക്കുന്നത് അല്ലെങ്കിൽ ഇതിന് ആധാരമായ ഒരു ഇൻസിഡന്റ് നടക്കുന്നത് 2011 2011 ഏപ്രിൽ 4 തീയതി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ദരിയാഹൻ എന്നൊരു ഗ്രാമം. ഈ ഒരു പൊതു ശ്മശാനമുണ്ട്. ആ ഒരു ശ്മശാനത്തിൽ ഏപ്രിൽ 3 തീയതി ഒരു പെൺകുട്ടി അടക്കം ചെയ്യുകയാണ്. അങ്ങനെ അടക്കങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. തലേ ദിവസം, അതിൻ്റെ അടുത്ത ദിവസം, തൊട്ടടുത്ത ദിവസം തന്നെ ആ ഒരു പെൺകുട്ടിയെ കാണാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഖബർ കാണാനായിട്ട് അവരുടെ കുറച്ച് റിലേറ്റീവ്സ്, ബന്ധുക്കൾ ആ ഒരു ഖബറിൻ്റെ അടുത്തേക്ക് വരികയാണ്. അക്ഷരാർത്ഥത്തിൽ ആ വന്ന ആളുകൾ ഞെട്ടിക്കുകയാണ് ഉണ്ടായത്. വേറെ ഒന്നും തന്നെയല്ല, ആ പെൺകുട്ടി അടക്കിയിരുന്ന് ആ ഒരു ഖബറിന്റെ കുഴി അല്ലെങ്കിൽ ആ മണ്ണ് ആരോ തോണ്ടി പുറത്തിട്ടിരിക്കുന്നു. മുഴുവനായല്ല, കുറച്ച് ഭാഗങ്ങൾ. ഇത് കണ്ട് ആ കാണാൻ വന്ന ആളുകളെല്ലാം നല്ല രീതിയിൽ പരിഭ്രാന്തരാവുകയാണ് ഉണ്ടായത്. നേരെ അവർ ചെന്ന് ആ ശ്മശാനത്തിന്റെ നടത്തിപ്പുകാരനോട് ഈ കാര്യം പറയുകയുണ്ടായി. അപ്പോൾ അവർക്കൊരു സംശയം, അതിനുള്ളിൽ മൃതദേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. വേഗം തന്നെ പള്ളിയധികാരിയോട് സംസാരിക്കുകയും ആ ഒരു ശ്മശാനത്തിന്റെ അടുത്തേക്ക് വന്ന് പിന്നെ നമ്മൾ ആ ഖബർ തുറന്നു നോക്കിയാണ് ഉണ്ടായത്. ആ ഖബർ തുറന്നു നോക്കിയ അവർ ഞെട്ടുകയാണ് ഉണ്ടായത്. കാരണം ഇന്നലെ അടക്കിയ ആ പെൺകുട്ടിയുടെ മൃതദേഹം അവിടെ കാണാനില്ല. ഈ ഒരു വാർത്ത ആ ഒരു പ്രദേശം മൊത്തം കാട്ടുതീവ് പോലെ പടർന്നു പിടിച്ചു. ആളുകൾക്കെല്ലാം പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായത്. അത് ഭൂതമായിരിക്കാം, പ്രേതമായിരിക്കാം, സൈത്താനായിരിക്കാം, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രചാരണങ്ങൾ ആ ഒരു സ്ഥലത്ത് മൊത്തം പടർന്നു പിടിക്കാനായിട്ട് തുടങ്ങി. ഇവർ നേരെ ചെന്ന് പോലീസിൽ, അവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുകയുണ്ടായത്. ഇത് കേട്ടത് അവിടുത്തെ അധികാരികൾ നേരെ വന്ന് അവിടെ എല്ലാം പരിശോധിച്ചു. പക്ഷേ അവിടെ ഒരു തരത്തിലുള്ള ആക്രമണം അല്ലെങ്കിൽ ഒരു വന്യജീവി വന്നിട്ട് ആ മൃതദേഹം കൊണ്ടുപോയിട്ടോ അങ്ങനെ യാതൊരു വിധത്തിലുള്ള തെളിവുകളും അവർ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ആ കൂട്ടം കൂടി നിന്നിരുന്ന നാട്ടുകാരോട് പറയുകയുണ്ടായി, ഇന്നലെ പരിചയമില്ലാത്ത 2 ആളുകൾ ഒരു മൺവെട്ടിയുമായി അതുവഴി നടന്നു പോകുന്നത് കണ്ടിരുന്നു. ഇത് പോലീസിനെയും നാട്ടുകാരെയും ഒരേപോലെ ചിന്തിപ്പിച്ചു. കാരണം അവർ പറഞ്ഞു വന്നത് ആ നാട്ടിൽ വലിയ സഹകരണമൊന്നും ഇല്ലാത്ത രീതിയിൽ ജീവിക്കുന്ന 2 ചെറുപ്പക്കാർ ഉണ്ടായിരുന്നു. ആ 2 ചെറുപ്പക്കാരിലേക്ക് ഇവരുടെ നിഗമനങ്ങളും ഊഹങ്ങളും എല്ലാം ചെലുത്തുകയാണ്. അങ്ങനെ നാട്ടുകാരും പോലീസുകാരും ആ ചെറുപ്പക്കാരെ പറ്റി അന്വേഷിക്കാൻ ആരംഭിച്ചു. അങ്ങനെ അവർ കണ്ടെത്തി ആ 2 ചെറുപ്പക്കാരുടെ പേരും വിവരങ്ങളും എല്ലാം. ആ 2 ചെറുപ്പക്കാരുടെ പേരാണ്, ഒരാളുടെ പേര് ആരിഫ് അലി എന്നും ഒരാളുടെ പേര് ഫർമാൻ എന്നും. അവരുടെ വീട്ടിൽ ചെന്ന് പോലീസുകാർ സാധാരണ എൻക്വസ്റ്റ് ഒക്കെ നടത്തുന്ന പോലെ ജസ്റ്റ് ചെന്ന് ഡോറിലേക്ക് പതിയെ മുട്ടുകയാണ്. പതിയെ ആ ഡോറ് തുറന്ന് ഇറങ്ങി വന്നത് ഒരു പ്രായമുള്ളൊരു മനുഷ്യനാണ്. അത് ഫർമാന്റെ ഉപ്പയായിരുന്നു. അദ്ദേഹത്തിന് ചോദിച്ചു, മക്കൾ എവിടെയായിരുന്നു? അദ്ദേഹം പറഞ്ഞു, മക്കൾ ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുകാർ നമ്മുടെ ഫർമാനെയും നമ്മുടെ ആരിഫ് അലിയും ഉറക്കത്തിൽ നിന്ന് വിളിച്ചു ഉണർത്തുകയാണ്. എന്നിട്ട് സാധാരണ പോലെ അവരോട് ജസ്റ്റ് എൻക്വസ്റ്റ്, അതായത് ജസ്റ്റ് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനിടയ്ക്ക് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്നലെ രാത്രി മൺമട്ടിയുമായി എവിടേക്കാണ് പോയത്? നിങ്ങൾ എന്തെങ്കിലും സാധനം കുഴിച്ചെടുത്തിരുന്നു? അങ്ങനെ അവരോട് ഡയറക്റ്റ് കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. അവരില്ല എന്നൊക്കെ പറഞ്ഞു, മറുപടി പറഞ്ഞു. അപ്പോൾ അതിനിടയിൽ വെച്ചിട്ട് അവിടെ ഒരു മുറി അടഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു മുറിയുടെ വാതിലിനടിയിലൂടെ നോക്കിയപ്പോൾ കുറേ ഉറുമ്പുകൾ വരി വരിയായി നടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഉറുമ്പും കൂട്ടം ആ ഒരു മുറിക്കകത്തേക്ക് പോകുന്നത് ഈ പോലീസുകാർ കാണാനിടയായി. അവരോട് തന്നെ പറഞ്ഞു, നിങ്ങൾ ഈ ഒരു മുറി ഞങ്ങളെ തുറന്ന് കാണിക്കണം. അങ്ങനെ യാതൊരു പതർച്ചയും കാര്യങ്ങളൊന്നുമില്ലാതെ തന്നെ നമ്മുടെ ആരിഫ് അലി എന്നിട്ട് ആ മുറി തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ആ മുറി തുറന്നപ്പോൾ സാധാരണമായ ഒരു അടുക്കള പോലെ ഒരു മേശയുണ്ട് അവിടെ. ആ മേശയുടെ അടുത്തേക്ക് എന്താ ഒരു കത്തി, വലിയൊരു കത്തി ഇരിപ്പുണ്ട്. അതിനടുത്തേക്ക് തന്നെ ഒരു പ്ലേറ്റ്, വലിയൊരു പ്ലേറ്റ്. ആ പ്ലേറ്റിൽ എന്തോ ഒരു മൃഗക്കൊഴുപ്പ് പോലെ, നമ്മുടെ കോഴിയും പിന്നെ അതുപോലെ പോത്തിനേക്ക് ഇറക്കുമ്പോൾ ഒരു മൃഗക്കൊഴുപ്പുണ്ടല്ലോ, ആ കൊഴുപ്പെല്ലാം അവിടെ ഇവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഒരു കൊഴുപ്പിൻ്റെ ഗന്ധമായിരുന്നു ആ ഒരു മുറി മുഴുവനും. അതുപോലെ തന്നെ ആ ഒരു മുറിക്കാൻ ഉപയോഗിച്ച ഒരു കത്തി എന്തോ മുറിച്ചിട്ടുണ്ട്, ചോരയും പിന്നെ അതേപോലെ തന്നെ എന്താ മൃഗകൊഴുപ്പും കാര്യങ്ങളും എല്ലാം പറ്റിപ്പിടിച്ച് ആകെ അവിടെ ഒരു പാചകം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു അവസ്ഥയുണ്ടല്ലോ, ഇറച്ചിക്ക് മുറിച്ചതിന് ശേഷം ആ ഒരു അന്തരീക്ഷമാണ് ആ ഒരു മുറി മൊത്തം ഉണ്ടായിരുന്നത്. എന്നിട്ട് അവർ അവിടെ എല്ലാം നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയ മേശയുടെ അടിയിലേക്ക് നോക്കിയപ്പോൾ ഈ ഉറുമ്പുകൂട്ടം വരിവരിയായി പോയത് ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ചാക്കിനടിയിലേക്കാണ്. ആ ചാക്ക് തുറന്ന് നോക്കിയ പോലീസ് ഞെട്ടി. തലേന്ന് കാണാതായ ആ ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് ആ ഒരു ചാക്കുകെട്ടിനകത്ത് ഉണ്ടായിരുന്നത്. അവർ ആ ചാക്കുകെട്ട് പരിശോധിച്ചു. പെൺകുട്ടിയുടെ വലത്തെ ഭാഗത്തെ കാലിൻ്റെ തുടയിൽ നിന്നും മാംസം കാണാനില്ല. പോയി ആ ഒരു മാംസം എന്ന് പോലീസുകാർ അവരോട് ചോദിക്കുകയാണ്. അവർ പറയുകയുണ്ടായി, ഞങ്ങളത് പാചകം ചെയ്ത് കഴിച്ചു സാർ. ആലോചിക്കണം എത്ര ബ്രൂട്ടലായിട്ടാണ് ആ ഒരു കാര്യം കാണിച്ചത് ഒരു മൃതദേഹത്തോട്. നമ്മളിവിടെ ഇറച്ചി എന്ന് പറയാം, നമ്മുടെ ചിക്കനും മട്ടനും കഴിക്കുന്നതൊക്കെയാണ്. ഒരു മനുഷ്യ മൃതദേഹത്തെ കൊണ്ടുപോയിട്ട് അവർ യാതൊരു കൂസലും ഇല്ലാതെ ഞങ്ങൾ കഴിച്ചു, അല്ലെങ്കിൽ പാചകം ചെയ്ത് കഴിച്ചു എന്നാണ് പോലീസുകാരോട് മറുപടി പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് സെർച്ച് ചെയ്താൽ മതി. നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസും ഡോക്യുമെൻ്ററീസും ഒക്കെ കിടപ്പുണ്ട്. നമ്മളിപ്പോൾ കുറേ കാലം വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ട് അപ്പം കുറച്ച് പോരായ്മകളൊക്കെ നമ്മുടെ സ്റ്റോറി ടെല്ലിങ്ങിൽ ആ ഒരു ഗ്യാപ്പ് എടുത്തേണ്ടത്. അപ്പോൾ ഇത് യഥാർത്ഥ ഒരു സംഭവമാണ്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ കഥകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും.